വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ഏട്ടാ, കണ്ണു തുറന്ന് എന്തോ ആലോചിച്ചിരിക്കുന്ന രുദ്രന്റെ ഷോൾഡറിൽ തട്ടി റോണ വിളിക്കുമ്പോൾ അവൻ തല തേച്ചൊന്ന് നോക്കി. നേരം പുലർന്നേ ഉള്ളൂ. ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ ചെറിയ പടം വരുന്നതേ ഉള്ളൂ. ഇഷയ്ക്ക് ചേ കാണണമെന്ന് റോണ ഒരു ചിരിയോടെ പറയുമ്പോൾ രുദ്രൻ ചേറിന്ന് ചാടി എഴുന്നേറ്റു. അവൻ്റെ ഇഷയെ കാണാനുള്ള ആവേശത്തിൽ. പക്ഷെ മടിയിൽ ഒന്നും അറിയാതെ തല വെച്ച് കിടന്നിരുന്നവൻ നിലത്തേക്ക് വീണു. അതൊന്നും നോക്കാതെ രുദ്രൻ അകത്തേക്ക് നടന്നു. എന്താ എന്താ നിലത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് പേടിയോടെ കണ്ണൻ ചോദിക്കുമ്പോൾ റോണ എന്ന് ചിരിച്ചു. കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഐസിയുവിൻ്റെ അകത്തേക്ക് പായുന്ന രുദ്രനെയാണ്. അതവൻ മടിയിലുള്ളത് നിലത്ത് വീടുന്നൊന്നും അറിയാതെയുള്ള പോക്ക്. ഒന്നുമില്ലടാ, നിന്റെ ചേച്ചിക്ക് ബോധം വന്നു, ഇച്ചയെ കാണുന്നു. ചിരിയോടെ റോണ പറയുമ്പോൾ കണ്ണൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റോണയെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒരു ദിവസം കൊണ്ട് ചത്ത് ജീവിക്കുകയായിരുന്നു. അതിൽ നിന്ന് കരകയറിയില്ലേ. രുദ്രനകത്തേക്ക് നടക്കുമ്പോൾ കണ്ണുനീർ കണ്ണിൽ തളം കെട്ടിയത് കൊണ്ട് കാഴ്ച മറച്ചിരുന്നു. റോണ പറഞ്ഞ വാക്ക് അതെങ്ങനെ പിന്നെയും പിന്നെയും ചെവിയിൽ പതിയുമായിരുന്നു. കാട്ടൻ മാറ്റി അകത്തേക്ക് നടന്നെന്നും കണ്ടു. കണ്ണു തുറന്ന് അവൻ്റെ വരവും പ്രതീക്ഷിച്ച് കിടക്കുന്ന അവൻ്റെ ഈശയെ. അവനെ കണ്ടതും ആ കണ്ണുകൾ നിറയുന്നതും ചാലിട്ട് ഒഴുകുന്നതും അവൻ കണ്ടു. ഇഷ, ഇച്ച. അത്രമാത്രം ആ ചുണ്ടുകൾ പരസ്പരം പൊഴിഞ്ഞു. രുദ്രൻ അവൾക്ക് അടുത്തേ നിന്ന് മുഖത്ത് നേരെ മുഖം താഴ്ത്തി നെറ്റിയിൽ പതിയെ ചുംബിച്ചു. ഒരു കുഞ്ഞു കഷ്ണം മഞ്ഞ് വീഴുന്നത് പോലെ. അവൻ്റെ ചുണ്ടുകളിൽ നിന്നൊരിക്കൽ പോലും അങ്ങനെ ഒരു ചുംബനം അവൾക്ക് കിട്ടിയിട്ടില്ല. അത്രമേൽ ലോലമായ ചുംബനം. വേദനിക്കുന്നുണ്ടോ? അവളുടെ ചെവിയിൽ രുദ്രൻ്റെ ശബ്ദം കാറ്റുപോലെ തട്ടിപ്പോയി. ഇഷു ഇല്ലെന്ന പോലെ കണ്ണ് ചിമ്മി. പിന്നെ ഒന്നും മിണ്ടാതെ അവൻ അവൾക്ക് അടുത്തിരുന്നു. ഈശു രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. വല്ലാതെ തളർന്നിട്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു രാത്രി കൊണ്ട് ജീവനില്ലാത്ത പോലെ. ഈശോയുടെ വലത്തെ കൈ കൊണ്ട് അവൻ്റെ കയ്യിലൊന്ന് തൊട്ട്. രുദ്രനൊന്നും മിണ്ടാതെ ആ കയ്യിൽ അവൻ്റെ ചൂണ്ടമർത്തി. വീട്ടിൽ പോവാം, ഈശു ചോദിച്ചതും രുദ്രൻ അവളുടെ മുഖത്തേക്ക് നെറ്റി ചുടിച്ച് നോക്കി. സങ്കടത്തോടെ കിടക്കുവാണ്. പോകാം, വൈകാതെ പോകാട്ടോ, രുദ്രൻ അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഈശു കണ്ണടച്ചു. പിന്നെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. രുദ്രനെ തന്നെ നോക്കിയിരുന്ന യേശുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നതെന്ന് നോക്കി രുദ്രൻ കുറച്ചു നേരം അവിടെ ഇരുന്നു. ശേഷം പതിയെ എണ്ണീറ്റ് പുറത്തേക്ക് നടന്നു. അപ്പോഴവൻ്റെ മനസ്സ് തെളിഞ്ഞ ആകാശം പോലെയായിരുന്നു. മുഖത്ത് തന്നെ വല്ലാത്ത സമാധാനവും സന്തോഷമായിരുന്നു. കണ്ണൻ വന്ന് വിവരം പറഞ്ഞതും എല്ലാവരും റൂമിൽ നിന്നും ഐസിയുവിലേക്ക് നടക്കുമായിരുന്നു. യേശുവിനും ബോധം വന്നെന്ന് കണ്ണൻ പറഞ്ഞ സമയം തന്നെ എല്ലാവരും അങ്ങോട്ട് നടക്കുന്നുണ്ടെങ്കിൽ ആനയുടെ കാലുകൾ ചലിക്കാനാവാതെ നിന്നു. ആനി നിന്നതും ജോണും നീയേയും നിന്നു. ആനയുടെ കണ്ണ് പോകുന്നിടത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു മോർച്ചറിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ബോഡി. ആൽബി. 3 പേരുടെയും ചുണ്ടുകൾ ഒരുപോലെ മൊഴിഞ്ഞു. ആനയും ജോണും നീയയും ഐസിയുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആൽബിയുടെ ബോഡി മാത്രമായിരുന്നു. യേശുവിനെ റൂമിലേക്ക് മാറ്റിയതിനു ശേഷം യേശുവിനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്ത് ചേർന്നിരിക്കുവാണ്. ജോൺ രുദ്രനെ നോക്കി. ഒരു ചിരിയോടെ ഫോണിൽ ആർക്കോ വിളിച്ചുകൊണ്ട് എന്തോ പറയുവാണ്. ആ ചുണ്ടിലെ ചിരിയിൽ നിന്ന് തന്നെ ജോണിന് പലതും മനസ്സിലായി. കാരണം അവൻ്റെ ചുണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ചിരി അതൊരു ക്രൂരതയുടെ ചിരിയായിരുന്നു. സമയം നീങ്ങിക്കൊണ്ടിരുന്നു. കുറച്ചധികം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് യേശുവിനെ റൂമിലേക്ക് മാറ്റിയത്. റോണി നിർബന്ധിച്ച് ദേവിയും മോഹനും കണ്ണനുമൊക്കെ ആഹാരം കഴിച്ചു. ഒപ്പം ആനിയെയും ജോണിനെയും നിർബന്ധിക്കാനും അവൻ മറന്നില്ല. ഭാവി മരുമകനല്ലേ. കണ്ണൻ റോണിയെ തന്നെ നോക്കി നിന്നു. ഇതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, നിനക്ക് ഞാൻ തരാന്ന മട്ടില്ലേ കുഞ്ഞാ. കണ്ണുകൾ അടച്ചു കിടന്നിരുന്ന യേശു പതിയെ കണ്ണു തുറന്ന് ദേവിയെ നോക്കി. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി അവളെ നോക്കി നിൽക്കുവാണ്. അത് കണ്ടതും യേശു ഒന്ന് കണ്ണ് ചിമ്മി. ദേവി പതിയെ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. സംസാരിക്കാനൊന്നും പറ്റില്ല. തലക്ക് പരുക്കുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാനോ സ്ട്രെസ് കൊടുക്കാനൊന്നും പറ്റില്ല. ദേവിയിൽ നിന്നും കണ്ണുകൾ മാറി ദേവിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന മഹിയെ അവളൊന്ന് നോക്കി. ആ കണ്ണുകളും ഒഴുകി ഇറങ്ങുന്നുണ്ട്. ആർക്കും അവളുടെ ആ കിടത്തം കണ്ട് സഹിക്കുന്നില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവളുടെ പതിഞ്ഞുള്ള വാക്ക് കേട്ടപ്പോഴാണ് അവർക്കൊക്കെ സങ്കടം കൂടിയത്. മോഹനൊന്നും മിണ്ടാതെ അവളുടെ കയ്യിൽ പതിയെ തലോടി. കണ്ടു നിൽക്കാനേ കഴിയുന്നില്ല. കണ്ണാ. അവളെ നോക്കി ചുമരിൽ ചാരി നിൽക്കുന്നവനെ നോക്കി അവൾ വിളിച്ചു. ശബ്ദമൊന്നും അവൻ കേട്ടില്ല. പക്ഷെ അവനെയാണ് വിളിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. ആദ്യം അവളുടെ അടുത്തേക്ക് പോകണമെന്ന് സംശയിച്ചു നിന്നു. പിന്നെ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു. പേടിച്ചു പോയോ? ഒരു ചിരിയോടെ അവൾ ചോദിക്കുമ്പോൾ കണ്ണനൊന്ന് തലകുലുക്കി. ചുണ്ടുകൾ കടിച്ചു പിടിച്ച് കരച്ചിലൊതുക്കി. അവളുടെ മുന്നിൽ കരയില്ലെന്ന പോലെ. റോണി എന്തോ മരുന്നോ മറ്റോ വാങ്ങാൻ പോയത് കൊണ്ട് അവിടെയില്ല. രുദ്രനെല്ലാം കണ്ടും കേട്ടും സെറ്റിയിലിരിക്കുന്നുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു റൂമായിരുന്നു. യേശുവിൻ്റെ കണ്ണുകൾ അവിടെ നിന്നെല്ലാം മാറി ആനയിലും ജോണിലും നീയയിലും പതിച്ചു. ആ കണ്ണുകൾ വിടരുന്നത് രുദ്രൻ നോക്കി നിന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആനിയെ നോക്കി വിശ്വാസം വരാത്ത പോലെ അവൾ വിളിച്ചു.
വേദനയുള്ള കാലുകൊണ്ട് പതിയെ അവൾക്ക് അടുത്തേക്ക് വന്ന് അവരാ ബെഡിലിരുന്നു. മമ്മിയോട് പൊറുക്ക്, മമ്മയുടെ മോൾ ഒത്തിരി ഞാൻ ആനിക്ക് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എന്താ പറയുക, എന്ത് പറഞ്ഞാലും ചെയ്താലും ഒന്നും ആവില്ല. അങ്ങനെയുള്ളതാണ് പറഞ്ഞതും ചെയ്തതും ഒക്കെ. ഈശോ അപ്പോഴും ഞെട്ടലോടെ ആനിയെ തന്നെ നോക്കി കിടക്കുമായിരുന്നു. അവൾക്ക് പരിചയമില്ലാത്ത മമ്മി, ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ള മമ്മിയിൽ നിന്നും ഒരുപാട് മാറ്റമുള്ള മമ്മി. ഈശോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആനിയിൽ നിന്നും കണ്ണുകൾ മാറ്റി ജോണിനെ നോക്കി. കണ്ണുകളിൽ വാത്സല്യവും സ്നേഹവും നിറച്ചു നിന്നിരുന്ന പപ്പയെ അവൾക്ക് ഓർമ്മ വന്നു. ആ മനുഷ്യന്റെ മൗനം വല്ലാതെ വേദന തോന്നി ഈശോവിന്. അവളുടെ അടുത്തേക്ക് വരാനും സംസാരിക്കാനും അർഹതയില്ല, അവകാശമില്ല. ആ ഒരു തോന്നലിൽ അകന്നു നിൽക്കുവാണ്. അവൾ കയ്യുയർത്തി ജോണിന്റെ അടുത്തേക്ക് പിടിച്ചു. ജോൺ പതിയെ അവളുടെ അടുത്തേക്ക് വന്നു. പപ്പാ. യേശോ. ഇടറിക്കൊണ്ടുള്ള ആ വിളിയിൽ ജോൺ അവളുടെ കവളിൽ ചുംബിച്ചു. പൊന്നുമോളാണ്. അവളുടെ ജനനത്തോടെയാണ് എല്ലാ വളർച്ചയും കൈവന്നത്. പക്ഷേ പുറത്ത് കാണിച്ചില്ല. ഉള്ളിലുള്ള സ്നേഹം ഭാര്യയുടെ വാശിക്ക് മുന്നിൽ ഉള്ളിലൊതുക്കി. വേണ്ടിയിരുന്നില്ല, സ്നേഹിക്കണമായിരുന്നു, സംരക്ഷിക്കണമായിരുന്നു. പാപിയാണ് ഞാൻ, കൊടും പാപി. എന്തൊക്കെ പറഞ്ഞാലും ജനിപ്പിച്ചവരല്ലേ. അവരില്ലെങ്കിൽ ഈശോ ഇന്ന് ലോകത്തുണ്ടോ? സ്നേഹിച്ചില്ലെങ്കിലും കൊന്നു കളയുകയൊന്നും ചെയ്തില്ലല്ലോ. യേശു ജോണിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ആ അമ്മയിലും അച്ഛനിലും കാണുന്ന ഭാവത്തിൽ കളങ്കമില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഒരിക്കലും ഈ ഭാവങ്ങൾ ആ കണ്ണുകളിൽ കാണാൻ അവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. യേശു നീയെ നോക്കി. അവരെ 3 പേരെയും നോക്കി കണ്ണിൽ വെള്ളം നിറച്ച് നിൽക്കുവാണ്. ചേച്ചിയോടുള്ള സ്നേഹമാണ് ആ കണ്ണുകളിൽ നിറയെ. ഈശോയോടെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചതും ആ കണ്ണുകൾ ഒലിച്ചിറങ്ങി. ഏട്ടതി. വാതിൽ തുറന്നകത്തേക്ക് ഓടിക്കയറിക്കൊണ്ട് റോണി വിളിക്കുമ്പോൾ ആനയും ജോണും അവളിൽ നിന്ന് മാറി നിന്നു. അവരൊക്കെ കഴിഞ്ഞ് ഇന്ന് സ്വന്തം അച്ഛനും അമ്മക്കും മകളുടെ ജീവിതത്തിൽ സ്ഥാനമുള്ളതെന്ന് അവർക്കറിയാം. റൂമിലേക്ക് മാറ്റിയെന്ന് കേട്ട് ഓടി വന്നതാണ് റോണി. യേശുവിൻ്റെ അടുത്ത് വന്ന് അവളുടെ കവളിൽ പതിയെത്താൻ ഓടി. ഒരു ദിവസം കൊണ്ട് അനുഭവിച്ച ടെൻഷൻ, പേടി ഈ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ല. റോണി അവളുടെ നെറ്റിയിൽ അമർത്തി ഒന്ന് മുത്തി. വേദനയുണ്ടോ? റോണി ചോദിക്കുമ്പോൾ അവൾ ഇരുന്ന് തലയാട്ടി. റോണി ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. ശേഷം മാഞ്ഞ ശ്വാസം വലിച്ചു വിട്ടു. സമാധാനമായല്ലോ, എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. മോള് കുറച്ചു നേരം കിടന്നോ? മരുന്നൊക്കെ കയറ്റിയതല്ലേ, ക്ഷീണം കാണും, ഉറങ്ങിക്കോ. മോഹൻ അവളുടെ തലയിൽ തലോടി പറയുമ്പോൾ അവൾ നോട്ടം പോയത് രുദ്രനിലേക്കാണ്. സെറ്റിയിൽ ചാരിയിരുന്ന് അവളെ തന്നെ നോക്കിയിരിക്കുവാണ്. കുറച്ച് ദിവസത്തേക്ക് ഒപ്പം കിടക്കാനൊന്നും പറ്റില്ല മോളെ. ശരീരം മൊത്തം മുറിവല്ലേ, വേദനയൊക്കെ ഉണ്ടാവും. ഇപ്പം മരുന്നിൻ്റെ എഫക്റ്റിൽ അറിയാത്തതാണ്. കുറച്ച് കഴിഞ്ഞാൽ വേദനിക്കും. അതുകൊണ്ട് ഇതൊക്കെ മാറിയിട്ട് ഒരുമിച്ച് കിടക്കാം. ഇപ്പം മോൾ ഉറങ്ങിക്കോ. രുദ്രന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്ന് യേശുവിൻ്റെ മനസ്സ് മനസ്സിലാക്കി മോഹൻ അവളോട് പറയുമ്പോൾ അവളൊന്നും മിണ്ടാതെ കണ്ണുകളടിച്ചു. ഇപ്പോൾ വേദനിക്കുന്നുണ്ട്. ശരീരത്തിൽ ഓരോ മുറിവും കുത്തിച്ചുളിച്ച് നീറിപ്പോകുന്നുണ്ട്. സഹിക്കാൻ കഴിയുന്നില്ല, അത്രത്തോളം വേദന. യേശുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി മോഹൻ അവളൊക്കെ എടുത്തി എല്ലാവരെയും അവിടുന്ന് മാറ്റി. യേശു കണ്ണുകളടച്ച് കിടന്നു. ആ അടഞ്ഞ കണ്ണുകളിൽ വേഗം തന്നെ ഉറക്കം വന്ന് മൂടി. മോഹൻ രുദ്രന്റെ അടുത്തേക്ക് വന്നിരുന്നു. അവൻ യേശുവിനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. ഒന്നും മിണ്ടുന്നില്ല, ആരെയും നോക്കുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ പറ്റില്ലെന്ന് അവൻ തീർത്ത് പറയും. അവനൊരിക്കലും അത് അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം അവതരിപ്പിക്കാൻ റോണ തന്നെ ഏൽപ്പിച്ചത്. പക്ഷേ അവരാരും പ്രതീക്ഷിച്ച പ്രതികരണമായിരുന്നില്ല അവൻ്റെ ഭാഗത്തു നിന്ന്. എല്ലാവരും എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. 1-2 ആൾ നിന്നിട്ട് ബാക്കിയെല്ലാവരും വീട്ടിൽ പോകുന്നതല്ലേ നല്ലത്. ഒന്നാമത് സർജറിയൊക്കെ കഴിഞ്ഞതല്ലേ. ഇത്രയും ആളുകൾ ഒന്നിച്ച് ഒപ്പം നിൽക്കുന്നതേ നല്ലതല്ല. ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവില്ലേ? നമ്മളല്ലേ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ദിശയെ നോക്കിയിരിക്കുമ്പോൾ റോണിയാണത് പറഞ്ഞത്. ശരിയാണ്, കഴിയുന്നതും ആളുകൾ വരുന്നതും കാണുന്നതും സംസാരിക്കുന്നതുമൊക്കെ ഒഴിവാക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അച്ഛനമ്മയും വീട്ടിൽ പോക്കോ. ഇന്നലെ രാത്രി മുതൽ ഇരിക്കുന്ന ഇരിപ്പല്ലേ. ഒന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങിയിട്ട് വന്നാൽ മതി. അതും ഇവിടെ വല്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം. കണ്ണനും പൊക്കോ. എന്തിനാ വെറുതെ എല്ലാവരും കൂടെ? റോണി പറയുമ്പോൾ ആരും അവനെ തടഞ്ഞില്ല. അവൻ പറയുന്നത് ശരിയാണെന്ന് തോന്നി. മോഹൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. നമുക്ക് പോവാം ദേവി. മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ. ഇനി രാത്രിയിലേക്കുള്ള ഭക്ഷണം കൊണ്ട് നമുക്ക് രാത്രി വരാം. മോഹൻ പറയുമ്പോൾ മനസ്സില്ലെങ്കിൽ കൂടി ദേവി സംബന്ധിച്ച് തലയാട്ടി. യേശുവിൻ്റെ അടുത്തേക്ക് നടന്ന് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് മുന്നോട്ടും നടന്നു. അവർക്കൊപ്പം യേശുവിനൊന്ന് നോക്കിക്കൊണ്ട് കണ്ണനും നടന്നു. ആനി. യേശുവിനെ തന്നെ നോക്കിയിരിക്കുന്ന ആനിയെ ജോൺ പതിയൊന്ന് വിളിച്ചു. നമുക്ക് പോയാലോ? ഈ കാലം വെച്ച് ഇവിടെ ഇരിക്കണോ? ഇവിടെ ഇപ്പോൾ രുദ്രനല്ലേ, നെയ്സൊക്കെ ഉണ്ടല്ലോ. നമുക്ക് പോയി പിന്നെ വരാം. എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ മോൾക്കതെങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലോ? പിന്നെ ആൽബിയെ കാണാൻ പോവേണ്ടേ? ജോണ് പറയുമ്പോൾ ആനി തലകുലുക്കി. പതി അവിടെ നിന്ന് എഴുന്നേറ്റു. യേശുവിൻ്റെ കയ്യിൽ തലോടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു.
പോകുമ്പോൾ ആനി രുദ്രനും നോക്കി. ആരെയും നോക്കാതെ ഈശുവിനെ തന്നെ നോക്കിയിരിക്കുവാണ്. ഞങ്ങൾ പോട്ടെ, പോയിട്ട് വരാം. ജോൺ രുദ്രനോട് പറയുമ്പോൾ അവനൊന്നും മിണ്ടിയില്ല. അവനിൽ നിന്നും ഒരു മറുപടിയും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ 3 പേരും പോയത് റോണി രുദ്രനൊന്നും നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. റോണി പോയതും രുദ്രൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് ഡോറടച്ച് ഈശുവിൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ അവൾക്ക് അടുത്തേക്ക് വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. ഒന്നും അറിയാതെ ഉറങ്ങുവാണവൾ. രുദ്രൻ പതിയെ അവളെ കയ്യിൽ കോരിയെടുത്ത് കുറച്ച് നീക്കി കിടത്തി. ശേഷം പതിയെ അവൾക്കടുത്തേക്ക് അവനും കിടന്നു. അവൾക്ക് മുഖം കൊടുത്ത് അവളുടെ നേരെ ചെരിഞ്ഞ് കിടന്നു അവൻ. ഈശു മലർന്ന് കിടക്കുവാണ്. രുദ്രൻ അവളെ തൊടാതെ അവൾക്കടുത്ത് കിടന്നു. അവൾക്ക് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കിടത്തണമെന്നുണ്ട്. പക്ഷെ അവളുടെ താലിയിൽ വലിയൊരു കെട്ട് കാണുമ്പോൾ പേടി തോന്നുവാണ്. വേദനിച്ചാലോ, ചെരിച്ച് കിടത്തുമ്പോൾ മറ്റു മുറിവുകളിലെ സ്റ്റിച്ച് വലിഞ്ഞാലോ? വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ മതി. കണ്ണിൽ നിറച്ച് കാണാലോ, അത് മാത്രം മതി. രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വല്ലാത്തൊരവസ്ഥ. കണ്ട നാൾ തൊട്ട് ഈ നെഞ്ചിൽ ചാരി നിന്നവളാണ്. എല്ലാത്തിനെയും ഭയക്കുന്നവൾക്ക് അതിൽ ഭയം ഉണ്ടായിരുന്നില്ല. എന്തുണ്ടെങ്കിലും ആ നെഞ്ചിൽ പതിഞ്ഞു നിൽക്കും, പറയാതെ വന്ന് ഒട്ടി നിൽക്കും. അങ്ങനെയുള്ളവൾക്ക് ആ നെഞ്ചിൽ നിന്ന് കിടക്കാൻ പറ്റുന്നില്ല. അവനക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. കണ്ണുകൾ മുറുകെ അടിച്ച് കിടന്നു. ഡോറിലാരോ തട്ടിയപ്പോൾ പെട്ടെന്ന് ചാടിപ്പഴഞ്ഞ് എഴുന്നേറ്റ് കൊണ്ട് അങ്ങോട്ട് നടന്നു. വാതിൽ തുറന്നത് റോണിയാണ്. ഒപ്പം 2 നേഴ്സും. വാതിൽ തുറന്നതും 2 നേഴ്സുമാരും അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തോ പറയാൻ വേണ്ടി വന്നു. എന്നാൽ മുന്നിൽ നിൽക്കുന്ന രുദ്രനെ കണ്ട് അവിടെ കണ്ണുകൾ വിടുന്നു. റോണ ശബ്ദമുണ്ടാക്കിയതും രുദ്രനെ നോക്കിക്കൊണ്ട് 2 നേഴ്സും അകത്തേക്ക് കയറി. ഏട്ടനെന്ത് പണിയെ കാണിച്ചത്? ഇവിടെ ഇങ്ങനെ വാതിലടക്കാനൊന്നും പറ്റില്ല. ഓരോ ആവശ്യങ്ങൾക്ക് ഓരോരുത്തർ റൂമിലേക്ക് വരും. ഇന്നലെ രാത്രി തലയ്ക്കൊരു സർജറി കഴിഞ്ഞ് കിടക്കുന്ന രോഗിയാണ് ഈ കിടക്കുന്നത്, അത് മറക്കരുത്. റോണ പറയുമ്പോൾ രുദ്രൻ ഒന്നും മിണ്ടിയില്ല. വയ്യ, ആകെ കൂടെ തകരുന്നു. ഒന്നൊറ്റയ്ക്ക് ചേർത്ത് പിടിക്കാനോ ചുംബിക്കാനോ കെട്ടിപ്പിടിക്കാനോ ചേർന്ന് കിടക്കാനോ ഒന്നിനും പറ്റുന്നില്ല. ഇനി എത്ര നാൾ ഇങ്ങനെ ആരുമില്ലാത്ത ഒരാളെപ്പോലെ മാറി നിൽക്കണം? രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ കണ്ണുകളെടുത്ത് സെറ്റിയിലിരുന്നു. ആ ആ യേശുവിൻ്റെ വേദനയോടെയുള്ള ശബ്ദം കേട്ടപ്പോഴാണ് രുദ്രൻ കണ്ണു തുറന്നത്. റോണയില്ല. അവൻ്റെ കൂടെ വന്ന 2 നേഴ്സുമാരാണ്. അതിൽ പ്രായമായൊരു നേഴ്സ് യേശുവിൻ്റെ മുറിവിൽ മരുന്ന് വെക്കുവാണ്. എന്തോ സ്പ്രേ ചെയ്യുവാണ്. അതിൻ്റെ വേദന കൊണ്ട് യേശുവിൻ്റെ മുഖം ചുളിയുന്നുണ്ട്. മുറിവിലൊട്ടിച്ചിരുന്ന ബാൻഡേജ് പെട്ടെന്ന് കീറിയെടുത്തതും മാമാ യേശുവിൻ്റെ ശബ്ദം ആ റൂമിൽ മുഴങ്ങി. കണ്ണുകൾ ഒലിച്ചിറങ്ങി. ഉണങ്ങാത്ത മുറിവിൽ നിന്നും അത് പറിച്ചെടുക്കുമ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദന തോന്നി അവൾക്ക്. ഒന്ന് അലരാതിരിക്കു കൊച്ചേ, പെണ്ണുങ്ങളായ എന്തോരം വേദന സഹിക്കാനുള്ളതാണ്. ഇതിനൊക്കെ കിടന്ന് നിലവിളിച്ച നീ ഒന്നിനെ പെറ്റിടുമ്പോഴേക്കും ചാവുമല്ലോ. ആ നേഴ്സ് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും കത്തുന്ന കണ്ണുകളുമായി മുന്നിലൊരു രൂപം. ചുവന്ന് കലങ്ങിയ കണ്ണുകളോട് എന്തോ പറയാനായി വന്നപ്പോഴേക്ക് രുദ്രൻ അവിടെ കഴുത്തിൽ പിടിമുറുക്കിയിരുന്നു. അയ്യോ! അടുത്ത് നിൽക്കുന്ന നേഴ്സ് ഒച്ചവാക്കാൻ നോക്കിയതും അവൻ അവരെ നോക്കി. അവർ വാപത്തി പിടിച്ചു. നിങ്ങളൊരു ദിവസം കാണുന്ന 1000 രോഗികളിൽ ഒന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ. പക്ഷേ എനിക്ക് ഈ ലോകത്ത് ഒന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ മുറിവുകൾ ഒന്നുമല്ലെന്ന് അറിയാം. ഇതിലും വലുത് ഓരോ ദിവസവും കാണുന്നവരുമാവും. പക്ഷേ അതെല്ലാവരിലും ഒരുപോലെ കാണിക്കരുത്, കേട്ടല്ലോ? രുദ്രൻ ചോദിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ കിടന്ന് തൂങ്ങിക്കൊണ്ട് തന്നെ അവർ തലയാട്ടി. അവൻ കൈ അയച്ചതും 2 ജീവനും കൊണ്ട് ഓടി. പരാതി കൊണ്ടൊന്നും വന്നേക്കില്ലേ, എൻ്റെ അമ്മയുടെ പേരിലുള്ള ഹോസ്പിറ്റലാണിത്. പിന്നിൽ നിന്നും അവൻ പറയുമ്പോൾ ഞെട്ടിലൂടെ ഒന്നുകൂടെ വേഗത്തിൽ പുറത്തേക്ക് ഓടി. രുദ്രൻ അവരിൽ നിന്ന് നോട്ടം മാറ്റി ഈശുവിനെ നോക്കി. ഒരു ചിരിയോട് അവനെ തന്നെ നോക്കി കിടക്കുവാണ്. ആ ചിരി കണ്ടതും അവൻ്റെ ചുണ്ടുകളും വിടർന്നു. വേദനിച്ചോ? ആദ്രമായി അവളുടെ നെറ്റിയിൽ തലോടിക്കണവൻ ചോദിക്കുമ്പോൾ അവളൊന്ന് കണ്ണു ചിമ്മി. എനിക്കൊന്ന് ഉറങ്ങണേച്ചാ, നല്ലതുപോലെ, ഒരു വേദനയെ അറിയാതെ. അവനെ നെഞ്ചിലേക്ക് നോക്കിയാണ് അവളത് പറഞ്ഞത്. അത് കണ്ടതും രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പതിയെ അവളുടെ നെറ്റിയിൽ അവനെ ചുണ്ടും മുട്ടിച്ചു. ഇപ്പോഴെൻ്റെ കുഞ്ഞ് ഇങ്ങനെ കിടന്നുറങ്ങിക്കോട്ടോ. നമ്മുടെ റൂമിലെത്തിയിട്ട് എൻ്റെ കുഞ്ഞിനെ എല്ലാം ആഗ്രഹിച്ച് സാധിച്ചു തരാട്ടോ. ഇവിടെ അതൊന്നും പറ്റില്ലടാ. എൻ്റെ കുഞ്ഞിൻ്റെ തലയൊക്കെ തന്നെ ഇളകിയ പ്രശ്ന, ശരീരം മൊത്തം കലങ്ങിയിരിക്കുവാണ്. കുറച്ച് കഴിയട്ടോ. വാക്കുകൾ ഇടാതിരിക്കാൻ അവൻ ആകുന്നത് നോക്കി. ഇടക്കവിടെ പാളിപ്പോയെങ്കിലും അവൻ പിടിച്ചു നിന്നു. ഈശു ഒന്നും മിണ്ടിയില്ല. ആ ചൂടിൽ കിടക്കണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ പിടിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി. രുദ്രൻ അവിടെ തലമുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. ഈശു ഉറക്കത്തിലേക്ക് വീണു.